ലാല കഥകളുടെ ലോകത്തേക്ക് ആദ്യമായി എത്തിയവരാണോ നിങ്ങൾ? എങ്കിൽ കഥ കേൾക്കും മുമ്പ് ഈ വീഡിയോ പൂർണ്ണമായും കാണുമല്ലോ. ലാല സ്റ്റോറീസ് എന്താണെന്നും ലാലയെ കുട്ടികൾക്ക് എങ്ങനെ പരിചയപ്പെടുത്താമെന്നും വ്യക്തമാക്കാം. കഴിഞ്ഞ 5 വർഷത്തെ റിസർച്ചിൻ്റെ ഫലമായി വളരെ ശാസ്ത്രീയമായി ഡിസൈൻ ചെയ്ത കഥകളാണ് ലാല നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 9-10 മിനിറ്റ് ദൈർഘ്യമുള്ള ഓരോ കഥയുടെയും ആദ്യത്തെ 4 മിനിറ്റോളം ആക്റ്റീവ് മോഡിലും പിന്നീട് അങ്ങോട്ട് പാസീവ് മോഡിലും ആയിരിക്കും. ആക്റ്റീവ് മോഡിലിരിക്കുന്ന കുട്ടിയെ അതേ എനർജിയിൽ തന്നെ കഥയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന് പതുക്കെ ഉറക്കത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ലാല ശ്രമിക്കുന്നത്. ഓരോ നിമിഷവും പേരൻസിൻ്റെ ശ്രദ്ധ തേടുന്നവരാണ് കൊച്ചു കുട്ടികളെല്ലാവരും, അല്ലേ? വിഷ്വലുകളുടെ ലോകത്ത് കഴിയുന്ന അവർ പെട്ടെന്ന് ലാലയുമായി ചങ്ങാത്തം കൂടാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിങ്ങളാണ് അവർക്കൊപ്പം നിൽക്കേണ്ടത്. ആദ്യത്തെ 7 മുതൽ 14 ദിവസം വരെ കഥ കേൾക്കാൻ നിങ്ങളും ഒപ്പം കൂടണം. ലാലയ്ക്കൊപ്പമുള്ള ഈ സമയം ഒരു ഫാമിലി ടൈമാക്കി മാറ്റാം. നിങ്ങളുടെ ശ്രദ്ധ അവർക്കും ലാലയ്ക്കും ഒപ്പമുണ്ടെന്ന് അറിയുന്ന കുട്ടി ലാലയെ പതുക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. കൊച്ചു കൊച്ചു വാചകങ്ങളിലൂടെ കഥകൾ പറഞ്ഞ് ഒരു കൂട്ടുകാരിയെ പോലെ, ചേച്ചിയെ പോലെ ലാല പതുക്കെ കുഞ്ഞുങ്ങളുമായി ചങ്ങാത്തം കൂടും. ലാല ഹഗ് ചെയ്യാനും ചക്കരയുമ്മ നൽകാനും പറയുമ്പോൾ നിങ്ങൾ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക, നല്ലൊരു മുത്തം നൽകുക. അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും. കുഞ്ഞുങ്ങൾക്കായുള്ള ബെഡ് ടൈം കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ലാല പൂർണ്ണമായും ഒരു ഓഡിയോ ആപ്ലിക്കേഷനാണ്. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് പുതിയ കഥയുമായി ലാല കുട്ടികളുടെ മുന്നിലേക്ക് എത്തുന്നു. ഫാൻറ്റസി സ്റ്റോറീസ്, മോറൽ സ്റ്റോറീസ്, ആനിമൽ സ്റ്റോറീസ്, സയൻസ് സ്റ്റോറീസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി പുതിയ കാലത്തിനുതകുന്ന രീതിയിൽ തയ്യാറാക്കിയ ഈ കഥകൾ കുട്ടികൾക്ക് എന്നും കൂട്ടായിരിക്കും. കമൻറ്റുകളുടെ രൂപത്തിലും കഥയിലെ ഇഷ്ടമുള്ള സന്ദർഭം വരച്ച് അപ്ലോഡ് ചെയ്തുമൊക്കെ ലാലയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും കുട്ടികൾക്ക് അവസരമുണ്ടെന്നേ. വെർച്വൽ ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ ഡെഫിഷ്യൻസി തുടങ്ങി പല പല പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്, അല്ലേ? കഥകളുടെ ലോകം അവരെ ഇതിൽ നിന്നൊക്കെ കൈപിടിച്ചു മാറ്റും. ഓഡിയോ കഥകളിലെ കാഴ്ചകൾ അവർ ഭാവനയുടെ ലോകത്താണ് കാണുക. ഈ കഥകൾ കുട്ടികളുടെ ചിന്താശേഷിയും ഭാഷാശുദ്ധിയും വളർത്തുന്നു. പിന്നെയോ അവർ പുതിയ വാക്കുകൾ പഠിക്കുന്നു. ഒപ്പം മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സംസാരശേഷി വർദ്ധിപ്പിക്കാനും ഇതിനെല്ലാം ഉപരി നല്ല ശീലങ്ങളിൽ വളരുവാനും അവരെ സഹായിക്കുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും കഥകളിലൂടെ നമുക്ക് തന്ന ഒരു മാന്ത്രിക ലോകമുണ്ട്, അല്ലേ? അത് നമ്മുടെ കുട്ടികൾക്കും ലഭിക്കണ്ടേ? വേണം. നമ്മൾ അവർക്ക് നല്ലൊരു ബാല്യം കൊടുത്തേ തീരൂ. അതിനായി ലാലയ്ക്കൊപ്പം നിങ്ങൾ എന്നും ഉണ്ടാകണം.